പറഞ്ഞോ. അപ്പം താക്കൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കാടി നിൽക്കുക കേട്ടോ താക്കൾ. അപ്പോൾ റിയ, പുതുവത്സരാശംസകൾ അല്ലേ. സ്കൂൾ പുതിയതായിട്ട് തുറക്കുകയാണ്. ഈ 2 മാസം വീട്ടിലിരുന്ന് കാണ്ട് സ്കൂൾക്ക് പോകാൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടുകാണ്ട് പോവാ കേട്ടോ. ബാഗ് ഇന്നിപ്പോൾ ബാഗ് ഇതാണ് എടുക്കുന്നത്. ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എടുത്തുക്കണേ? പേനി ഒരു ബുക്കും എടുത്തിട്ടുള്ളൂ, പേനി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റത്തെ ദിവസമാണ്. അപ്പോൾ ആ ദിവസം നമ്മുടെ പേരൻസ് എല്ലാവരും ചെല്ലണം. പേരൻസ് ചെന്നിട്ട് അവിടെ എന്തൊക്കെ നമുക്ക് തരാനുള്ള നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് തരാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഗോഡ് ബ്ലെസ് യു. ദിവസമാകുമ്പോൾ യൂണിഫോമിൻ്റെ ആവശ്യമില്ല. യൂണിഫോം പിന്നെ കുറച്ച് ദിവസം അവർ പറയുമ്പോൾ ഇട്ടാൽ മതി. അതായത് ഞങ്ങൾ ഇപ്പോൾ പുതിയ സ്കൂൾ ചേഞ്ച് ചെയ്ത് കണ്ട് ആ സ്കൂളും കൂടി പോവുകയാണ്. അപ്പോൾ യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെ യൂണിഫോം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി പക്ഷേ ഇടുന്ന ടൈമിൽ ഇട്ടാൽ മതി, അവർ പറയും. പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെ, സാധാരണയൊക്കെ അങ്ങനത്തെ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കൂളിന് ഒരു യൂണിഫോം ഫസ്റ്റത്തെ ദിവസമൊന്നും യൂണിഫോം ഇടണ്ട. എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടി നീട്ടി ഇങ്ങനെ ഒരു ഡ്രസ്സ് ഞങ്ങൾ അടിച്ചിട്ടിട്ടില്ല സ്റ്റിച്ചിങ് ആവില്ല, കിട്ടിയിട്ടില്ല അറിയാണ്ട് ഒരാഴ്ച അങ്ങനെയൊക്കെ. പിന്നെ ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ പറയും. ഒരു മാസമൊക്കെ മാക്സിമം ഒരു മാസം പിടിച്ച് നിൽക്കൂല. പക്ഷേ ഇടാൻ ഓക്കെ സ്കൂളിൽ മോളെ അതാ നിറഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ല അല്ലേ. ഇരിക്കാൻ സ്ഥലമില്ല, അത്രക്കും കുട്ടികൾ അഡ്മിഷനാണ്. പുതിയ അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളും മുകളിലെ 3ാം നിലയിലെ ഹാളിലാണ് ഇരിക്കേണ്ടത്. അവരുടെ ആദ്യം മക്കള് ഒന്ന് നിശബ്ദരായിട്ടിരിക്കാവോ? വികസനങ്ങളൊക്കെ സാധ്യമാക്കുന്നത് തീർച്ചയായും ഈ നാട്ടിലെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വവും ഈ സമൂഹവും ഒന്നിച്ച് ചേർന്നുകൊണ്ട് മാത്രമാണ്. അതിന്റെ ഒരു പാലമായി ഉറപ്പിക്കുന്നത് തീർച്ചയായിട്ടും PTA. അതുകൊണ്ട് തന്നെ യൗവനത്തിലേക്ക് കൗമാരം വിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ സാറിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നഴ്സിംഗ് വിഭാഗത്തിൽ ഏറ്റവും ശ്ലാഘനീയമായ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. ഈ വിദ്യാലയത്തിന്റെ പ്രധാനാധ്യാപകൻ ശ്രീ മുജീബ് സാറിനെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്. സാറിനെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്.
ഇവിടെ എവിടെയാ പറഞ്ഞ 9th E. വെള്ളമൊക്കെ താട്ടോ ഇവിടെ എല്ലാ സൗകര്യമുണ്ട് സ്കൂളിൽ കേട്ടോ. വെള്ളം എല്ലാ ഓളെ ക്ലാസ് ഫസ്റ്റ് അവിടെ കേട്ടോ. ആ ഹാളില് ഫസ്റ്റത്തെ ക്ലാസ് ആണ്. 9 കേട്ടോ.